നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അളവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളുടെ മുന്നിൽ ഒരു ആനയും ഒരാടും ഉണ്ടെന്നിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം ആനയാണ് ആടിനേക്കാൾ വലുതെന്ന്. പക്ഷേ ആന ആടിനേക്കാൾ എത്ര വലുതാണ് എന്ന ചോദ്യം വരുമ്പോഴാണ് അളവുകളുടെ പ്രസക്തിയേറുന്നത്. ആന സ്റ്റാൻഡേർഡ് മാസിനേക്കാൾ 200 മടങ്ങ് കൂടുതലാണെന്നിരിക്കട്ടെ, ആട് 20 മടങ്ങ് കൂടുതലും. ഇപ്പോൾ ആനയ്ക്കും ആടിനും കൃത്യമായ അളവുകളുണ്ട്. ഇതിൽ നിന്നും നമുക്ക് പറയാം ആന ആടിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ വലുതാണെന്ന്. ഇതാണ് അളവുകളുടെ ഉപയോഗം. ഇത് തുടങ്ങി നമ്മളുടെ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കുന്നത് അളവുകളാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ഓട്ടോറിക്ഷ ഉപയോഗിക്കണോ, ബസ് ഉപയോഗിക്കണോ, അതോ ഒരു സൈക്കിൾ ഉപയോഗിച്ചാൽ മതിയോ എന്ന് തീരുമാനിക്കുന്നത് പോലും അളവുകളുടെ അടിസ്ഥാനത്തിലാണ്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും അളവുകളെയൊന്നും നമ്മളുടെ ഇഷ്ടാനുസരണം എടുത്ത് പ്രയോഗിക്കുവാൻ കഴിയില്ല. ഇതിനൊക്കെ കൃത്യമായ ഒരു കണക്കുണ്ട്. ഇത് നിർണ്ണയിക്കാനായി രൂപം കൊണ്ട ബോഡിയാണ് ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് അഥവാ CGPM. ഇവയുടെ നിർദ്ദേശപ്രകാരം യൂണിറ്റുകളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു: ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും. ആദ്യം ഫണ്ടമെൻ്റൽ യൂണിറ്റുകളെ പറ്റി പറയാം. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബേസിക് അഥവാ അടിസ്ഥാന യൂണിറ്റുകളാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ. ഇവയിൽ നിന്ന് നമുക്ക് ബാക്കി എല്ലാ യൂണിറ്റുകളെയും ഡിറൈവ് ചെയ്തെടുക്കുവാൻ കഴിയും. ലെങ്ത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഒരു സ്ക്വയറിൻ്റെ 2 വശങ്ങളുടെ ലെങ്ത് ഗുണിക്കുമ്പോൾ നമ്മൾക്ക് ഏരിയ കിട്ടും. ഇവിടെ ലെങ്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഏരിയ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുമാണ്. അതുപോലെ തന്നെ ലെങ്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഥവാ ഹരിക്കുമ്പോൾ നമ്മൾക്ക് സ്പീഡ് കിട്ടും. ഇവിടെ ലെങ്തും ടൈമും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും, സ്പീഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുമാണ്. 1971 CGPM യൂണിറ്റുകളെ ഒരു സിസ്റ്റത്തിനകത്താക്കി. ഇതിനെയാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. SI സിസ്റ്റത്തിൽ നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റുകളുമാണ് വരുന്നത്. ഇവയ്ക്കെല്ലാം കൃത്യമായ ഡെഫിനിഷനുകളും സിംബലുകളുമുണ്ട്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി. ഇത്രയുമാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇവയിൽ നിന്നും നമുക്ക് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 7 എണ്ണം കൂടാതെ നമുക്ക് 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് കൂടിയുണ്ട്: സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും.